ഹലോ ഗൈസ്, എല്ലാവർക്കും ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഔട്ടിംഗ് വ്ളോഗാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലും പോയിട്ടുള്ള ഒരേ ഒരു സ്ഥലമാണ് ഇന്നും പോകാനായിട്ട് പോകുന്നതേ. ഗൈസ്, നമുക്കൊന്ന് ശംഖുമുഖം വരെ പോയിട്ട് വരാവേ. അപ്പോൾ ഇതിപ്പോൾ പോകുന്നത് ശംഖുമുഖത്തോട്ടാണേ. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ കുറച്ച് ദിവസമായിട്ട് വ്രതമൊക്കെ ആയിരുന്നേ. പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു, ആറ്റുകാൽ പൊങ്കാല. സോ അതുകൊണ്ടൊക്കെ വ്രതമായിരുന്നു. അങ്ങനെ ആ വ്രതമൊക്കെ മുറിച്ച് നമ്മൾ നേരെ ശംഖുമുഖത്തോട്ട് പോയി. നമ്മൾ സൺസെറ്റ് കാണാനാണ് ശംഖുമുഖത്ത് പോയെങ്കിലും അവിടെ എത്തിയപ്പോൾ സണ്ണിൻ്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും അങ്ങനെയാണ്, എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ സ്ഥലത്ത് എത്തത്തുള്ളേ. അങ്ങനെ എത്ര പേരുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും അങ്ങനെ ആയിരിക്കും. അങ്ങനെ നമ്മളൊരു 6:45 ആയപ്പോഴത്തേക്കും ശംഖുമുഖത്ത് വന്നേ. നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ നേരം അവിടെ നിന്നേ. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് നമ്മൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നപ്പോഴാണ് ഈ ഒരു 40 രൂപയുടെ കമ്മൽ സ്റ്റാൻഡ് കണ്ടത്. എവിടെ പോയാലും പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് നോക്കുന്നൊരു ഐറ്റമാണ് കമ്മലല്ലേ. വേറെ എന്ത് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും ഇത് നമ്മൾ വാങ്ങാതെ പോകത്തില്ല. സോ ഞാൻ ദാ ഈ ഒരു കമ്മൽ വാങ്ങിച്ചു. ബാക്കി എൻ്റെ കസിനും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിച്ചതാണ് ഇത്രയും കമ്മലേ. ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ സ്ഥിരം പാനിപൂരി കഴിക്കുന്ന ഒരു സ്പോട്ടാണ്. അതായത് ദാ ഈ ഒരു തട്ടുകടയുടെ തൊട്ടടുത്ത് കാണുന്ന പാനിപൂരി സ്പോട്ടാണ്. ഇവിടെ നമ്മൾ സ്ഥിരം വരുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. എന്നത്തെയും പോലെ തന്നെ നമ്മളൊരു പ്ലേറ്റ് പാനിപൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആൻഡ് ഓൾസോ അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നേ. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു ശംഖുമുഖം ബീച്ച്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നെന്ന് പിന്നെയും പറയുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണേ. അങ്ങനെ നമ്മളിതായി ഒരു പാനിപൂരിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടിപൊളി പാനിപൂരി ആയിരുന്നേ, എടുത്ത് പറയേണ്ടതാണേ. അങ്ങനെ നമ്മൾ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ നേരെ ഇനി നമ്മളുടെ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി വ്രതമായിരുന്നു. സോ ആ ഒരു വ്രതം മുറിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയത്. പുറത്തു പോയി വ്രതം മുറിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മളെല്ലാം ഫാമിലി ആയിട്ട് തന്നെ വന്നത്. നമ്മൾ ആദ്യം മന്തി കഴിക്കാൻ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അവിടോട്ട് പോയപ്പം മന്തി കട ഇല്ലായിരുന്നേ. അങ്ങനെ നമ്മൾ ആ ഫൈനൽ സ്പോട്ടായിട്ടുള്ള ആസാദിലോട്ടാണ് വന്നത്. ഇത് ബ്രെഡ് ഫാക്ടറിയുടെ മേളിലുള്ള ആസാദാണേ. അതായത് ട്രിവാൻഡ്രം പാളയത്തുള്ള ഹോട്ടലാണേ ഇത്. അങ്ങനെ എല്ലാവരും കൈയൊക്കെ കഴുകി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നേ. ഇനി നമുക്ക് ഒരു നീണ്ട 20-25 മിനിറ്റിനുള്ള കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ ഫുഡ് വന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ലാസ്റ്റ് ഫൈനലി നമ്മുടെ ഓർഡർ എടുക്കാനുള്ള ആൾ വന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു ബാർബിക്യൂ ചിക്കനും പിന്നെ സൂപ്പ് ഐറ്റംസിൽ 2 സൂപ്പും അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തേ. പിന്നെ അതിനുശേഷം നീണ്ട കാത്തിരിപ്പായിരുന്നു. ഗൈസ്, എൻ്റെ കമ്മൽ എങ്ങനെയുണ്ട്? ഇത് ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയപ്പോൾ വാങ്ങിച്ചതാണേ. അതിനുശേഷം നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മൾ സൂപ്പാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്നത് ചിക്കൻ ക്രീമി സൂപ്പാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 130 റുപ്പീസാണ്. നിങ്ങളൊരു ക്രീം സൂപ്പ് ലവർ ആണെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ സെക്കൻഡ് ആയിട്ട് പറഞ്ഞത് ഈ ഒരു സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. ഇത് നോർമൽ സ്വീറ്റ് കോൺ സൂപ്പിൻ്റെ ടേസ്റ്റാണ്. അതിനകത്ത് കുറച്ച് ചിക്കൻ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് അത്ര ഹൈപ്പൊന്നും ഇല്ലായിരുന്നു, നോർമൽ ആയിട്ടുള്ള സൂപ്പായിരുന്നേ. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള ഫുഡെല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട് പറഞ്ഞത് ഈ ഒരു അൽഫാമും അതുപോലെ തന്നെ ബാർബിക്യൂ ചിക്കനുമാണ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ബാർബിക്യൂ ചിക്കൻ കഴിക്കുന്നത്. ബാക്കി വെറൈറ്റി എല്ലാം കഴിച്ചിട്ടുണ്ടെങ്കിലും ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ബാർബിക്യൂ ചിക്കൻ കഴിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഈ ഒരു ബട്ടർ ചിക്കൻ ആണ്. അത് നമ്മൾ എവിടെ പോയാലും വാങ്ങുന്നതാണ്. അതും ബറോട്ടയും ഈ ഒരു കറി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇത് മട്ടനാണ്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഫോർ ദ ഫസ്റ്റ് ടൈം കഴിക്കുന്നതുകൊണ്ട് തന്നെ ആദ്യം കഴിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയെങ്കിലും പിന്നെ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ. രണ്ടാമത് നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടുത്തെ ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ല ടേസ്റ്റ് ആണ് ഇവിടുത്തെ. എവിടെ നിന്ന് അത് കഴിച്ചാലും കിട്ടാത്തൊരു ടേസ്റ്റ് ആണ്. അങ്ങനെ നമ്മുടെ മെയിൻ ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡെസേർട്ടായിട്ട് ഈ ഒരു പിസ്ത ഐസ്ക്രീമും അതുപോലെ തന്നെ വാനില ഐസ്ക്രീമും ഓറഞ്ച് ജ്യൂസും ഈ ഒരു വാനില ഷേക്കുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓറഞ്ച് ജ്യൂസ് നല്ല മധുരവും നല്ല റിഫ്രഷിങ്ങും ആയിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ വ്രതം എല്ലാം മുറിച്ചേ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാറിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും പകുതി ഓഫായി. കാരണം എല്ലാവരുടെയും വയറൊക്കെ നല്ല നിറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരേക്കും എല്ലാവർക്കും ബൈ ഫ്രം കുക്ക് വിത്ത് ഗോപ്സ്.